അധ്യാപകന്റെ കുപ്പായം അഴിച്ചുവെച്ച് പോലീസ് യൂണിഫോം അണിഞ്ഞ് സമൂഹത്തിൽ വേറിട്ട മാതൃകയായി മാറിയ പറവൂർ സർക്കിൾ ഇൻസ്പെക്ടർ എസ് ജയേഷ് സാറാണ് പേഴ്സൺ ഓഫ് ദ വീക്ക് പ്രോഗ്രാമിലേക്ക് ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. നമസ്കാരം സാർ. പോലീസ് സേനയിലേക്ക് എന്നാണ് പോലീസ് സേനയിലേക്ക് കടന്നു വന്നത്? ഞാൻ 2003 പോലീസ് സേനയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ട് സബ് ഇൻസ്പെക്ടറായിട്ട് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുന്നത്. 2004 ട്രെയിനിങ് പൂർത്തിയായി സ്റ്റേഷനിലേക്ക് ജോലിക്കായി എത്തുകയാണ് ചെയ്തത്. ഈ പോലീസ് സേനയോട് എന്തെങ്കിലും ഒരു പ്രതിപത്തി തോന്നിയിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രചോദനമായിട്ടാണോ പോലീസ് സേനയിലേക്ക് കടന്നു വരാൻ കാരണം? ഒരിക്കലും അല്ല. പോലീസ് സേന സാധാരണ ഒരു ആള് വിദ്യാഭ്യാസം ഇപ്പോൾ ഡിഗ്രി PG ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ജോലിയെ അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ച പല ജോലികളിൽ ഒരു ജോലിയായി കിട്ടിയതാണ് പോലീസ് ഉദ്യോഗം. ശരിക്കും എനിക്ക് പോലീസിനോട് പ്രത്യേകിച്ച് യാതൊരു പോലീസിൽ ജോലി ചെയ്യണമെന്നോ പോലീസ് ഉദ്യോഗസ്ഥനാകണമെന്നോ ഒരിക്കലും താല്പര്യം തോന്നിയിട്ടില്ല. മറിച്ച് എനിക്ക് ബേസിക്കായിട്ടൊരു അധ്യാപകനാകാനുള്ള താല്പര്യമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വന്ന് പെട്ടത് പോലീസിലാണെന്നേ ഉള്ളൂ. സാറിനെ സൂചിപ്പിച്ചു, ഈ പോലീസ് സേനയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു? പോലീസിൽ എത്തുന്നതിന് മുമ്പ് കുറച്ചാൾ, വളരെ ചുരുങ്ങിയ സമയം ഉണ്ടായിരുന്നുള്ളൂ. അത് ഫിനാൻസിൽ കുറച്ചാൾ ജോലി ചെയ്തു. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ കുറച്ചാൾ ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ തന്നെ പോലീസിലേക്ക് പിന്നെ പരിപാടി ചെയ്തു. ഒരു 6 മാസത്തിൽ താഴെ ജോലി കിട്ടുള്ളൂ. ശരി ശരി. പോലീസ് സേനയിൽ വന്ന ശേഷം SI ആയിട്ട് പോസ്റ്റിംഗ്, ആദ്യത്തെ പോസ്റ്റിംഗ് എവിടെയായിരുന്നു സാറിൻ്റെ? ഞാൻ ട്രെയിനിങ് കോഴിക്കോടായിരുന്നു. പ്രൊബേഷൻ കോഴിക്കോട് സിറ്റിയിലായിരുന്നു. അതിനുശേഷം വന്നിട്ട് പിന്നെ എറണാകുളം റൂറൽ ജില്ലയിൽ വന്നു. ആലുവയിൽ ബിനാനിപുരം പോലീസ് സ്റ്റേഷനിലാണ് ആദ്യത്തെ പോസ്റ്റിംഗ്, ഫസ്റ്റ് പോസ്റ്റിംഗ്. അവിടെ ഒരു 6 മാസത്തോളം ജോലി ചെയ്തു. അതിനുശേഷം പിന്നെ ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. പിന്നെ ഇവിടെ ആലുവയും എറണാകുളവും തൃപ്പൂണിത്തുറയും എറണാകുളം സിറ്റിയിൽ നോർത്ത് തുടങ്ങിയ സ്റ്റേഷനിലൊക്കെ 2 വർഷം വെച്ചൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പ്രൊമോഷനായി സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് വരികയാണ്. ഈ പോലീസ് സേനയിൽ സാറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ് സാറിന് ഇത്രയും കാലം കൊണ്ട് ഈ മേഖലയിൽ, ഈ സർവീസ് മേഖലയിൽ സാറിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 1-2 സംഭവങ്ങളൊന്ന് പറയാമോ? ഈ പോലീസിന് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം വെച്ചാൽ പോലീസ് സേന എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ മറ്റേത് സർക്കാർ സംവിധാനം, ഈവൻ പിന്നെ ഹോസ്പിറ്റൽ ആരോഗ്യരംഗത്തുള്ള സേവനത്തെക്കാളൊക്കെ ഒരുപാട് 10 മടങ്ങ് സേവനം ചെയ്യുന്ന ഒരു മേഖലയാണ് പോലീസ് സേന എന്ന് പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവനെ മുന്നോട്ട് നയിക്കുന്നത് അവൻ്റെ മുന്നിൽ നിന്ന് പോകുന്ന സംതൃപ്തിയോടുകൂടി പോകുന്ന നിരവധി കണ്ണുകളാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. ഞാനൊരു ആളുടെ ഒരു പ്രശ്നം, ഒരാളുടെ ഒരു വിഷയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെടുമ്പോൾ അതിന് നീതിയുക്തവും ന്യായവുമായിട്ടുള്ള ഒരു തീർപ്പുണ്ടാകുമ്പോൾ അതുവഴി തൃപ്തിയും സമാധാനവും ലഭിക്കുന്ന ആളുകളുണ്ട്, നിരവധി ആളുകളുണ്ട്. അപ്പം അതിൽ ആ തൃപ്തിയും സംതൃപ്തിയും ഒക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് മുതൽക്കൂട്ട്. പിന്നെ നമ്മൾ പോലീസ് ഇടപെടുന്ന പ്രശ്നങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഒരു വ്യക്തികളെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി അത് വളരെ അപൂർവമായിട്ടും വളരെ കുറവായിട്ടും സംഭവിക്കുന്ന ഒന്നാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെടുന്ന ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങളും വ്യക്തികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ വ്യക്തികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പിന്നെ ഒരു പളുങ്കുപാത്രം കൈകാര്യം ചെയ്യുന്ന പോലെ പലപ്പോഴും നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് അക്കവിട്ട് പറയാനോ അല്ലെങ്കിൽ അത് മറ്റൊരാളുടെ മുമ്പിൽ അത് നമ്മൾ പറയുന്നതോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം വെച്ചിട്ട് അതൊരു മനസാക്ഷിക്ക് നീതീകരിക്കാവുന്ന പ്രവൃത്തി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കാര്യമായിട്ട് കടക്കാത്തത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബാലൻസ് ഷീറ്റിൽ, അയാളുടെ ബാക്കി പത്രത്തിൽ എന്നും അയാളെ മുന്നോട്ട് നയിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഓർമ്മകളും ഇടപെടലുകളും തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും പൊതുജനങ്ങൾക്ക് പോലീസിനെ സമീപിക്കുന്നത് എപ്പോഴും ഒരു പോസിറ്റീവായ തലത്തിൽ അല്ല
എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. എന്താണ് സാറിന് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? തീർച്ചയായിട്ടും ശരിയാണ്. അതിപ്പോൾ കുറേയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുറേയധികം മാറ്റങ്ങൾ പോലീസ് സമൂഹത്തിൽ മൊത്തത്തിൽ വന്ന മാറ്റങ്ങൾ പോലീസ് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ പോലീസ് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾ കാണുന്നത് വിമർശനാത്മകമായിട്ടാണ്. പോലീസ് ചെയ്യുന്ന പ്രവൃത്തികളിലെ പിന്നെ നമ്മൾ ഹരിച്ചും ഗുണിച്ചും പരിശോധിച്ചതിന് ശേഷം അതിലെ നെല്ലും പതിരും തിരിഞ്ഞ് ഏറ്റവും മോശമായ പ്രവൃത്തികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രവൃത്തികളെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സാമൂഹിക ചുറ്റുപാടിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് തീർച്ചയായിട്ടും അതിന് കാരണമെന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ സൂചിപ്പിക്കുക, ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ശത്രുവും ഒരു മിത്രവും ഉണ്ടാവുകയാണ്. ആ പ്രശ്നത്തെ ഇടപെടുമ്പോൾ ഒരു വൺ സൈഡഡ് ഇപ്പം നമ്മളൊരു വില്ലേജ് ഓഫീസിൽ ചെന്ന ഒരു അപേക്ഷ കൊടുക്കുന്നു, എൻ്റെ ഭൂമിയുടെ പിന്നെ കരം അടയ്ക്കണം അല്ലെങ്കിൽ പോക്കുവരവ് നടത്തി കിട്ടണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളേ ഉള്ളൂ, ഒരു കക്ഷിയേ ഉള്ളൂ. അവിടെ രണ്ട് കക്ഷികളില്ല. സ്വാഭാവികമായിട്ട് ആ ഉദ്യോഗസ്ഥൻ ചെയ്തു കൊടുക്കുന്ന സേവനത്തിന് ആ പിന്നെ സേവനം കിട്ടുന്ന ആളെ സംബന്ധിച്ച് അയാൾക്ക് തൃപ്തിയായിട്ട് മടങ്ങിപ്പോവാം, അയാൾ നല്ല രീതിയിലുള്ള സേവനം ചെയ്താൽ. പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ രണ്ടാളുകൾ വരികയാണ്, അല്ലെ ഒരാൾ വന്നിട്ട് ഒരു പരാതി ആയിട്ട് വരികയാണ്, ഒരു വിഷയമായിട്ട് വരികയാണ്, തീർച്ചയായിട്ടും അതിനൊരു എതിർഭാഗമുണ്ട്. എന്തായാലും ഒരു വിയോജിപ്പ് ഒരു സമൂഹം. അപ്പൊ നമ്മൾ 100 പേരുമായിട്ട് ഇടപെട്ടാൽ 50 പേര് നമ്മുടെ മിത്രങ്ങളാകുമ്പോൾ 50 പേര് നമ്മുടെ ശത്രുക്കളാകുന്നതാണ്. ന്യായത്തിന്റെ ഭാഗത്ത് പോലീസ് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ആ ന്യായം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പിന്നെ എതിർക്കേണ്ടി വരുന്ന ഒരു വിഭാഗമുണ്ട്. സ്വാഭാവികമായിട്ട് ഇത് സമൂഹത്തിൽ ഈ എല്ലാവരും ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരു അക്രമം നടക്കുന്നത്, അവിടെ കല്ലെറിയുന്നതോ കൊള്ളി വയ്ക്കുന്നോ തീ വയ്ക്കുന്നോ ഒക്കെ വളരെ ചുരുക്കം ആളുകളാണ്. പക്ഷെ അത് പൊതുജനത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു സൈക്കോളജി ആയിട്ട് മാറും. പല സ്ഥലത്തും കലാപങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നു. അതൊരു വലിയ കുറച്ച് വിഭാഗം ആൾക്കാരെ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 പേരുമായിട്ട് ഇടപഴകുമ്പോൾ 50 പേര് പോലീസിന്റെ മിത്രങ്ങളും 50 പേര് ശത്രുക്കളും ആകുന്നു എന്ന് പറയുന്ന ആ ഒരു സ്ഥിതിവിശേഷമാണ് മൊത്തത്തിൽ സമൂഹത്തിൽ കാണുന്നത്. ശരിക്കും പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ പൊതു സമൂഹത്തിന്റെ പ്രോപ്പർട്ടിയാണ്, ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. തീർച്ചയായിട്ടും അയാളെ പബ്ലിക് പ്രോപ്പർട്ടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പബ്ലിക്കിനാണ്. കാര്യം അയാൾ രാവും പകലും ഇല്ല, ഊണും ഉറക്കവും ഇല്ലാതെ കുടുംബങ്ങളും സമൂഹവും ഒക്കെ മറന്നിട്ട് തൻ്റെ വ്യക്തിബന്ധങ്ങളും വ്യക്തിജീവിതവും വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും പ്രവർത്തികളും എല്ലാം ബലികഴിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ തെറ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യ സഹജമാണ് തെറ്റുപറ്റുക. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഉള്ളതുപോലെ തന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ പറയില്ലേ, ഒരു നല്ല രീതിയിൽ സേവനം ചെയ്യുന്ന 100,000 ഡോക്ടർമാരുണ്ട് നമ്മുടെ ഇടയിൽ, തെറ്റ് പ്രവർത്തിക്കുന്നവരുമുണ്ട്. പക്ഷേ ആ ഒരു രീതിയിൽ അവരോട് ക്ഷമിക്കുന്ന അതേ ആംഗിളിൽ പോലീസിനോട് പൊതുജനം ക്ഷമിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസ് എന്ന് പറയുന്നത് അവരുടെ ഒരു കറകളഞ്ഞ പ്രവർത്തനം പ്രതീക്ഷിക്കുന്നതുകൊണ്ടാകാം. പോലീസിന്റെ ഭാഗത്തു നിന്ന് കറകളഞ്ഞ പ്രവർത്തനം ഇപ്പൊ ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ കുട്ടിയോട് മോശമായിട്ട് പെരുമാറി, തെറ്റായ രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ ആ അധ്യാപകനെ സമൂഹം എത്ര നികൃഷ്ടമായി കാണുന്നു എന്നുള്ളത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് വരുന്ന മോശമായ അപക്വമായ പെരുമാറ്റം. അതും ജനത്തിന് അത് ഉൾക്കൊള്ളാനോ പൊറുക്കുവാനോ പലപ്പോഴും കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതോടൊപ്പം തന്നെ പോലീസ് സേനത്തിലെ മികച്ച ശ്രദ്ധേയമായിട്ടുള്ള മികവ് കൊണ്ട്, സേവന പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ടല്ലോ. പക്ഷെ ഇതൊന്നും ഇവരുടെ ഒന്നും പ്രവർത്തനങ്ങളിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് ഉദ്യോഗസ്ഥൻ പരിഹരിക്കുന്ന പ്രശ്നങ്ങൾ, ഇടപെടുന്ന പ്രശ്നങ്ങളിലൊക്കെ ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ഒക്കെ അതിന്റെ പിന്നിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നാളെ ഞാൻ വിരലെണ്ണി അല്ലെങ്കിൽ അക്കമിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് വലിയ പ്രത്യാഘാതം സമൂഹത്തിൽ സൃഷ്ടിക്കും. തീർച്ചയായിട്ടും നമ്മൾ പിന്നെ അത് നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിവേചന ബുദ്ധിയാണ്. അത് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ മുമ്പിൽ വരുന്ന പല വിഷയങ്ങളിലും നമ്മൾ ആ വിശ്വാസം പുലർത്തിക്കൊണ്ട് തന്നെ ആളുകളോട് ഇടപഴകണം. അപ്പം അത് നമുക്ക് അക്കവിട്ട് പറയാനോ അല്ലെങ്കിൽ അത് പൊതു സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പോലീസിൻ്റെ പ്രവർത്തന മികവ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് പ്രായോഗികമായിട്ട് ശരിയായ ഒരു രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സാർ, ഈ സേനയുടെ ഈ ഇത്തരം തിരക്കുകൾക്കിടയ്ക്കും ഒത്തിരി ശ്രദ്ധേയമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് പിന്നാമ്പുറം സംസാരമുണ്ട്. അത് നമ്മൾ ഓരോ വ്യക്തികളുടെ അത് ഞാനല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, നമുക്ക് ഒരു നിസ്സാരമായ ഒരു സഹായം, ഒരു
ചെറിയ സഹായം ഒരാൾക്ക് ചെയ്യുന്നത് ഞാൻ ഒരു വലിയ സഹായം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഞാനൊരു വലിയ സഹായം ചെയ്യാനായിട്ട് പ്രാപ്തരായിട്ട് ഞാൻ സഹായിക്കാമെന്ന് പറയുന്നതിനോട് എനിക്ക് വ്യക്തിപരമായ യോജിപ്പില്ല. എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായമാണെങ്കിൽ ആ ചെറിയ സഹായം ഞാൻ ആ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പോലീസിൽ ഞാൻ മാത്രമല്ല, ബഹുഭൂരിപക്ഷം ആളുകളും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ തന്നെയാണ്. കാര്യം സമൂഹത്തിലെ വേദന അല്ലെങ്കിൽ കഷ്ടപ്പാട്, ദുഃഖവും ദുരിതവും ഒക്കെ കാണുന്നവരെ നേരിട്ട് ഇടപഴകുന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ഞങ്ങൾ ദിവസം കാണുന്ന ആളുകൾ സമ്പന്നന്മാരുമായിട്ടൊന്നും അല്ല പോലീസിൽ ഇടപഴകൽ. അവരുടെ പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ മുമ്പിൽ വരാറില്ല, വളരെ അപൂർവമായിട്ട് വരാറില്ല. ഞങ്ങളുടെ മുമ്പിൽ വരുന്നത് ഈ ദാരിദ്ര്യവും രോഗവും അസുഖവും കഷ്ടപ്പാടും കിടപ്പാടും ഇല്ലാത്തവരുടെയൊക്കെ വിഷയങ്ങളൊക്കെ തന്നെയാണ് പോലീസിന് മുമ്പിൽ വരുന്നത്. അപ്പം പച്ചയായ ജീവിതം യഥാർത്ഥത്തിൽ എന്നും കാണുന്ന ഒരു വിഭാഗം തന്നെയാണ് പോലീസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ മനസ്സ് അത്രയ്ക്ക് പിന്നെ ഹാർഡാകാൻ സാധ്യതയില്ല. പോലീസ് പുറമെ പറയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള സ്വഭാവമുള്ളവരാണ്, പരുക്കൻ സ്വഭാവക്കാരാണെന്നൊക്കെ പറയാലും അതൊക്കെ നമ്മുടെ പെരുമാറ്റത്തിൽ പല സ്ഥലങ്ങളിലും അതൊക്കെ ശരിക്കും പോലീസ് ഉദ്യോഗസ്ഥർ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടോ ചെയ്യുന്ന പ്രവൃത്തിയാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും അധികം ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യാനും മാനുഷികമായ മുഖത്തോടുകൂടി പ്രവർത്തിക്കാനും കഴിയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും ഒരു അവകാശികളില്ലാത്ത മൃതദേഹം സ്വന്തം ബന്ധുവിൻ്റെ മൃതദേഹത്തെ കാണുന്നതിനേക്കാൾ വളരെ കെയറോടുകൂടിയും താല്പര്യത്തോടു കൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത്. അതിന് വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ചില സ്ഥലങ്ങളിൽ വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ 100-ൽ 99% എനിക്ക് ഉറപ്പുണ്ട് അത്തരത്തിൽ അത് കാണുന്നവർ തന്നെയാണ് എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത സംഗതിയാണ്. സർ, പറവൂര് സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ചാർജ് എടുത്തതിനു ശേഷം എന്തൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ള കുറച്ച് മികവാർന്ന പ്രവർത്തനങ്ങൾ കുറച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ വന്നതിന് ശേഷം സാർ കൂടുതലായിട്ട് ഒരു സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് ശ്രദ്ധ ഊന്നിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊന്ന് പറയാമോ? പറവൂരെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഒരുപാട് സ്കോപ്പുള്ള ഒരു സ്ഥലമാണ് പറവൂര്. അവിടെ ഈ നേരത്തെ ഈ പറഞ്ഞ കണക്ക് സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങളും അനീതികളും ഒക്കെ നമ്മുടെ മുമ്പിൽ പെടുമ്പോൾ അതിൻ്റെതായ രീതി, പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളികളാകാൻ സാധിച്ചിട്ടുണ്ട്. വീട് വെച്ച് നൽകുന്ന പ്രവൃത്തി, അതൊക്കെ ഓരോ സന്നദ്ധ സംഘടനകൾ അതൊക്കെ ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ആരെയും അത് ഒരു തെറ്റായ കാര്യമാണെന്നോ അല്ലെങ്കിൽ പോലീസിന്റെ ജോലി ഇതൊന്നും അല്ലല്ലോ എന്ന് ചിന്തിക്കുക, അതൊന്നും ശരിയല്ല. അവരോട് കൈയോർത്ത് അവരോടൊക്കെ നമുക്ക് സഹകരിക്കാനും പിന്നെ ബന്ധുക്കളില്ലാത്ത കുട്ടികളുടെ വിവാഹത്തിന് മറ്റു കാര്യങ്ങളൊക്കെ ആ രീതിയിലൊക്കെ പല കാര്യങ്ങളിലും ഭാഗവാക്കാകാനും പങ്കാളികളാകാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. ആ സമൂഹത്തെ പ്രത്യേകിച്ച് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ SPC എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുന്ന സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പം ചെറിയ കുട്ടികൾ സമൂഹത്തിൻ്റെ നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടാവുന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അവരെ നേരായ വഴിക്ക് നയിക്കുക എന്നുള്ളത്. മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അവർ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക, അവർ സമൂഹത്തിലേക്ക് ദേശസ്നേഹവും രാജ്യത്തിന് പിന്നെ ഗുണപ്രദവും കുടുംബത്തിന് ഗുണപ്രദമാകുന്ന രീതിയിൽ അവരെ മോൾഡ് ചെയ്തെടുക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ വിചാരിക്കുന്ന വിദ്യാലയങ്ങളിൽ മാത്രം അത് നടക്കുമെന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ്. അത് സാധ്യമല്ല ഇന്നത്തെ കാലത്ത്. കാര്യം ആ ലോകം അത്രയധികം വികസിച്ച് മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ SPC എന്നൊക്കെ പോലീസിൻ്റെ ഉത്തരവാദിത്വം അത് പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്ന പോലീസാണ്. ഇന്ന് ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് മാതൃകാപരമായ പ്രവർത്തനമായിട്ട് അത് കോപ്പി ചെയ്തിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രാവർത്തികമായിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങൾ നമ്മുടെ ഈ പ്രവർത്തികൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ ലൈസൺ ഓഫീസറാണ് പറവൂർ CA എന്ന് പറയുന്നത്. എല്ലാ CAമാരും അതായത് സർക്കിൾ ലിമിറ്റിൽ ലൈസൺ ഓഫീസർമാരാണ്. അപ്പം നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ പോവുക, അവരുടെ കുട്ടികളുമായിട്ട് ഇടപഴകുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും അവരിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് വലിയ ഒന്നാണ്. നമ്മൾ പറയുന്ന കുട്ടികൾ കുറ്റവാളികളായിരുന്നത് എങ്ങനെയാണ്, അവരെ യഥാർത്ഥമായ രീതിയിൽ അവരെ മോൾഡ് ചെയ്യാത്തതുകൊണ്ടാണ് കുട്ടികൾ കുറ്റവാളികളാകുന്നത്. അല്ലെങ്കിൽ അവർ പിന്നെ മദ്യത്തിനോ മറ്റു ലഹരി വസ്തുക്കൾക്കോ അടിമകളായി പോകുന്നത് അവരുടെ മോൾഡിങ്ങിൽ വരുന്ന പാകപ്പിഴയാണ്. ഒരാളും കുറ്റവാളിയായി ജനിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു തത്വശാസ്ത്രമാണ്. ആ തത്വശാസ്ത്രം മനസ്സിലാക്കാൻ നമ്മൾ ഇത്ര വൈകി എന്നുള്ളതാണ് എൻ്റെ
കാര്യം അയാള് നമ്മൾ നിയമം എന്താണ്, സമൂഹം എന്താണ്, നമ്മളുടെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളത് അവനെ ചെറുപ്പത്തിൽ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു മീറ്റിംഗ് ഇവിടെ കൂടിയപ്പോൾ അതിനകത്ത് പല പേരൻസും പറയുന്നത് ഞങ്ങളുടെ കുട്ടി തന്നെയാണോ ഇതെന്ന് പലർക്കും സംശയമാണ്. അത്രമാത്രം അത് കുട്ടികൾ മാറി. ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ +1 പഠിക്കുന്ന കുട്ടി അവൻ കാണിക്കുന്ന സമൂഹത്തിൽ കാണിക്കുന്ന ഉത്തരവാദിത്വം, വീട്ടിൽ കാണിക്കുന്ന ഉത്തരവാദിത്വം, മറ്റുള്ളവരോടുള്ള ഇടപഴകൽ, ഇതെല്ലാം വളരെ വലിയ മാറ്റം. ഇതിപ്പം ഞാൻ പറഞ്ഞ കേരളത്തിൽ വരുന്ന മുഴുവൻ കുട്ടികളെ ഇത് പോലീസിന് ട്രെയിൻ ചെയ്യാൻ സാധിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പറ്റുന്ന പ്രായോഗികമായ കാര്യമല്ല. പക്ഷെ നമുക്ക് ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കാൻ സാധിക്കും. നേർവഴിക്ക് നയിക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാക്കാനും കഴിയുന്ന ഒരു ഗ്രൂപ്പിനെ പോലീസിന് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും പോലീസിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണെങ്കിൽ കൂടി മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും മറ്റേ തദ്ദേശ സ്വയംഭരണ വകുപ്പും എക്സൈസും മോട്ടോർ വാഹന വകുപ്പൊക്കെ പോലീസിനോട് വേണ്ട രീതിയിൽ സഹകരിക്കുന്നുണ്ട്. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മൾ ഈ അവയവദാനം. ഏറ്റവും അധികം പോലീസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ പറവൂര് അതിനകത്ത് വലിയൊരു ക്യാമ്പയിൻ നടക്കുക. ഇന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു ആളുടെ ശാരീരിക അവയവങ്ങൾ ദാനം ചെയ്യുക എന്ന് പറയുന്നത് കൃത്യമായ ഇടപെടലുകൾ ചെയ്താൽ നമുക്ക് ഒരുപാട് ഗുണം കിട്ടുന്ന ഒരുപാട് മാറ്റം ഉണ്ടാകണം നമ്മൾ അതിൻ്റെ ആ ഒരു രീതി. അപ്പം അതിനെ സംബന്ധിച്ച് നമ്മൾ വലിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അപ്പോൾ അത് റെസിഡൻസ് അസോസിയേഷനുകളുമായിട്ട് കേന്ദ്രീകരിച്ച് അവരുടെ പ്രോഗ്രാമുകളിൽ നമ്മൾ പ്രത്യേകം ക്ലാസ് എടുക്കുകയും അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു അവയർനെസ് കൊണ്ടുവരികയും ചെയ്യാനുള്ളൂ. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലീസിന് ഇടപെടാൻ സാധിക്കാത്ത മേഖലയില്ല. ഇപ്പം കൃഷിയായാലും വിദ്യാഭ്യാസ കാര്യത്തിലായാലും സമൂഹത്തിൻ്റെ പൊതുവായ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിലായാലും ഗതാഗത പ്രശ്നങ്ങളിലായാലും ആരോഗ്യ പ്രശ്നങ്ങളിലായാലും ഒക്കെ ഇന്ന് പോലീസിൻ്റെ ഒരു ടച്ച് ഇന്ന് പ്രായോഗികമായിട്ട് അതില്ലാതെ മുന്നോട്ട് പോകില്ല എന്ന് വരുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് പോലീസ് എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പൊതുജനങ്ങളുടെ ഒരു സ്വത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മാറേണ്ട കാലഘട്ടം അതിക്രമിച്ചു. അത് ഇനിയെങ്കിലും അത് ഉൾക്കൊള്ളാത്ത ആളുകളുണ്ടെങ്കിൽ അത് തിരിച്ച് അതുകൂടി തിരുത്തപ്പെടണം എന്നുള്ളതാണ്. സാറിന്റെ ഇത്രയും തിരക്കേറിയ ഈ ജീവിതത്തിലും സാറിന്റെ ഫാമിലിയിൽ നിന്നുള്ള എങ്ങനെയാണ് സാറിന്റെ ഒരു പിന്തുണ, കുടുംബത്തിൽ നിന്നുള്ള എങ്ങനെയാണ്? കുടുംബം ശരിക്കും നമ്മളോടൊപ്പം അവര് സഞ്ചരിക്കുകയാണ്. ഒഴുക്കിനൊപ്പം നീന്തുക എന്ന് പറയുന്ന ഒരു രീതിയാണ് കുടുംബം. പ്രത്യേകിച്ച് എനിക്കൊരു കുട്ടിയേ ഉള്ളൂ, ഒരു മകനേ ഉള്ളൂ. അവര് 5 വയസ്സ്, 1ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയേ ഉള്ളൂ. കുടുംബ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സാക്രിഫൈസുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത സംഗതിയാണ്. പക്ഷെ അത് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്ത പ്രവർത്തികളിൽ എല്ലാ പ്രവർത്തികളും അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവരിൽ നിന്ന് പൂർണ്ണമായും പ്രോത്സാഹനവും ഒരു പിന്തുണയും തന്നെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശരി, ഇനി എന്തൊക്കെയാണ് സാറ് ഭാവി പരിപാടികൾ സാറിന്റെ സർക്കിൾ പരിധിയിൽ എന്തൊക്കെയാണ് പരിഷ്കാരങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഞാനിപ്പോ ഈ നേരത്തെ പറഞ്ഞതിൽ 2 പോയിന്റുകൾ പ്രധാനമാണ്. ഒന്നെന്ന് പറയുന്നത് ഞാൻ പറവൂര് ടൗണിൽ നമ്മൾ ഈ ലഹരി വിമുക്ത നഗരമാക്കാനും അപ്പൊ അത് ഓരോ വീടുകൾ ലഹരി മുക്തമാക്കുക, പിന്നെ കടകൾ ഷോപ്പുകൾ ലഹരി വിമുക്തമാക്കുക, വിദ്യാലയങ്ങൾ ലഹരി വിമുക്തമാക്കുക, ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ. അതിൽ സ്കൂളുകൾ, കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഷോപ്പുകൾ, വീടുകൾ, ഈ 5 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനൊരു ക്യാമ്പയിൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അവയവദാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നേരത്തെ രക്തദാനം അതുപോലെ തന്നെ നേത്രദാനമൊക്കെയാണ് പോലീസ് ടേക്കപ്പ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവയവദാനം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ വാഹനാപകടങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ്. അത് നമ്മൾ ഒരു ദിവസം ഒരു 4000-ഓളം പേര് ഒരു വർഷം നമ്മുടെ കേരളത്തിൽ മരണപ്പെടുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും പറഞ്ഞാൽ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പരമാവധി സമൂഹത്തിന് അതുകൊണ്ടുള്ള കോട്ടമില്ലാതാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുക, ലഹരിക്കെതിരെയുള്ള, പിന്നെ ഏറ്റവും പ്രധാന മറ്റൊരു സംഗതി എന്ന് പറയുന്നത് നമ്മൾ കൃഷിയിലേക്ക് മടങ്ങുകയാണ്. ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട അപ്പൊ അതിന് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സിനെ കൊണ്ടായാലും അവരെ കൊണ്ട് ഇപ്പോൾ ഒരുപാട് പ്രവർത്തികൾ ഇപ്പൊ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കൊണ്ട് നമുക്ക് ഞാൻ നാളെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഞാൻ ഇന്ന പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഇങ്ങനെ നിശബ്ദമായിട്ട് ഒരുപാട് ചെയ്യാൻ സാധിക്കും. കാര്യം അതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് ദൂരവ്യാപകമായിട്ടാണ്. ഇന്നോ നാളെയല്ല, നമുക്ക് സമൂഹത്തിൽ ഒരു കാതലായ മാറ്റം വരുത്താനായിട്ട് അതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്.
എന്തായാലും ഇത്രയും തിരക്കിനിടയിൽ ഇവിടെ വന്ന് പോലീസിൻ്റെ വിവിധ പ്രവർത്തന മേഖലകളെക്കുറിച്ചും മികച്ച സേവന മേഖലകളെക്കുറിച്ചും ഒത്തിരി വിശദമായിട്ട് തന്നെ സാർ ഇവിടെ പരിചയപ്പെടുത്തുകയുണ്ടായി. എന്തായാലും സാറിന് ഇനിയും ഒത്തിരി മാതൃക സേവന പ്രവർത്തനങ്ങളുടെ ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമസ്കാരം. നമസ്കാരം.